എല്ലാവരും സീറ്റുകളിലിരുന്ന് യോഗം വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ സഹ കെ.എൻ. ബാലഗോപാലിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അധ്യക്ഷ പദവി ഏറ്റെടുക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാം. നമുക്ക് ഈ യോഗം ആരംഭിക്കാം. ഗംഗാർ ഗ്രൂപ്പ് സാർ, ആദർശ് കുറുപ്പ് സാർ, നമുക്ക് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. അഭിമാനകരമായ ഒരു പരിപാടിയിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. കൊല്ലത്തു നിന്ന് വിദ്യാർത്ഥിയായി പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തിയ കാലം മുതൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകനായി, വിദ്യാർത്ഥി പ്രവർത്തകനായി ആരംഭിച്ച് ഇന്ത്യയിലെ CPIM-ൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സഹ MA ബേബി സാഹിബിൻ്റെ ഈ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ കൊല്ലത്ത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്ന ഒരു വലിയ പരിപാടിയാണ്. ഈ പരിപാടിക്ക്, ഈ സ്വീകരണ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് CPIM-ൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി സഹ S. സുദേവനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിൻ്റെ പ്രിയങ്കനും ആയ ധനകാര്യ വകുപ്പ് മന്ത്രിയായ സഖാവ് K.N. ബാലഗോപാൽ, CPIM-ൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് MA ബേബി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഖാക്കൾ, CPIM-ൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസ് സഖാവ് MA ബേബിയെ ഐകകണ്ഠേന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത സന്തോഷകരമായ അനുഭവമാണ് രാജ്യത്തും കേരളത്തിലും വിശിഷ്യ കൊല്ലം ജില്ലയിലും അലയടിക്കുന്നു. സഖാവിൻ്റെ കർമ്മമണ്ഡലമായിട്ടുള്ള കൊല്ലത്ത് സമുചിതമായ ഒരു സ്വീകരണം സംഘടിപ്പിക്കുന്നതിന് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പേർക്കും സന്തോഷത്തോടെ ഒറ്റവാചകത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിക്കാനും ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ പോരാടുമെന്നും പ്രഖ്യാപിച്ച സമ്മേളനമായിരുന്നു പാർട്ടി കോൺഗ്രസ്. 18-അംഗ പോളിറ്റ് ബ്യൂറോയെയും 85 അംഗങ്ങളടങ്ങുന്ന കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും സഖാവ് MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നും സഖാവ് EMS ശേഷം ജനറൽ സെക്രട്ടറിയായി
തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് എം എ ബേബി, വിദ്യാർത്ഥി നേതാവ്, യുവജന നേതാവ്, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യമാകെ അറിയപ്പെടുന്ന പാർട്ടി നേതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. 1954 ഏപ്രിൽ 5 നമ്മുടെ ജില്ലയിൽ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രമായ പ്രാക്കുളത്ത് ജനിച്ച് പ്രാക്കുളം LP സ്കൂൾ, NSS സ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. സഖാവ് വിദ്യാർത്ഥിയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അതേ കർമ്മമണ്ഡലത്തിലാണ് ഇന്ന് ഈ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. CPIഎമ്മിൻ്റെ കാഞ്ഞാവളി ബ്രാഞ്ചിലെ ഗ്രൂപ്പിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയ ദൗത്യം ഇന്ന് ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തി നിൽക്കുകയാണ്. 1972 സഖാവ് പാർട്ടി അംഗമായി. 71 കൊല്ലത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സഖാവ് MA ബേബി ഒരു റെഡ് വോളണ്ടിയറായി പങ്കെടുത്തിരുന്നു. SFI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം, 2 ഘട്ടങ്ങളിൽ രാജ്യസഭാ അംഗം, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവസ്ഥയിൽ എത്തപ്പെട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് സഖാവിൻ്റെ സവിശേഷത. അടിയന്തരാവസ്ഥയിൽ ഉൾപ്പെടെ സമരങ്ങളിൽ പങ്കെടുത്ത് പലതവണ ജയിലിൽ കിടക്കേണ്ടി വന്നു. 1975 SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. 1977 10ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വെച്ച് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായി. 1978 ഹവാനയിൽ ചേർന്ന ലോക യുവജന വിദ്യാർത്ഥി സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്ത് 1979 അഖിലേന്ത്യാ പ്രസിഡൻ്റായി, DYFയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി. 1984 CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായി. 86 മുതൽ 12 വർഷക്കാലം രാജ്യസഭാ അംഗമായി ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിക്കുകയും 1997 രാജ്യസഭാ അംഗമെന്ന നിലയിൽ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1987 യുവജന പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി ഇരുന്നു കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 92 CPIഎമ്മിൻ്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. 1998 പാലക്കാട് പാർട്ടി സംസ്ഥാന സമ്മേളനത്തോടുകൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. 2 തവണ കുണ്ടറ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗമായി. 2006-11 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുകയാണുണ്ടായത്. കലാ സാംസ്കാരിക രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയാക്കി മാറ്റിയതും കലാകാര ക്ഷേമനിധി നിയമം കേരളത്തിൽ പാസാക്കിയതും ബിനാലയ്ക്ക് തുടക്കം കുറിച്ചതും സഖാവ് MA ബേബി വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്ത സന്ദർഭത്തിലാണ്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സ്വാശ്രയ മേഖലയിലെ കൊള്ള നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന സ്വാശ്രയ ബില്ലിൻ്റെ പേരിൽ നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. 2018 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് MA ബേബി ഫിഡൽ കാസ്ട്രോ അടക്കമുള്ള ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ്, എൻ്റെ SFI കാലം, അറിവിൻ്റെ വെളിച്ചം, നാടിൻ്റെ വെളിച്ചം, ONV സ്നേഹാക്ഷരങ്ങളിലെ ഉപ്പ്, നോം ചോസ്കി നൂറ്റാണ്ടിൻ്റെ മനസാക്ഷി തുടങ്ങിയ പ്രധാനപ്പെട്ട കൃതികൾ രചിക്കുകയുണ്ടായി. മികച്ച പ്രഭാഷകനും എഴുത്തുകാരനും കായികപ്രേമിയും കഥകളി ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ കലകളിൽ അഗാധ പാണ്ഡിത്യം സഖാവിന് നേടാൻ വേണ്ടി കഴിഞ്ഞു. ആഴത്തിലുള്ള വായനയും പഠനവും സൈദ്ധാന്തിക ഇടപെടലുകളും സഖാവ് MA ബേബിയെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ അമരത്തും പാർലമെൻ്ററി രംഗത്തും ശ്രദ്ധേയനാക്കി. ആ നിലയിൽ ഉജ്ജ്വലമായ വ്യക്തിത്വം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പ്രകടിപ്പിച്ച സഖാവ് MA ബേബി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ജില്ലയ്ക്ക് ഏറെ അഭിമാനകരമാണ്. ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് ഇന്നാണ് നമ്മുടെ ജില്ലയിൽ
എത്തിയത്. ഇന്ന് രാവിലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിച്ചതിന് ശേഷം CPIM ജില്ലയിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പാർട്ടിയുടെ മുൻകാല നേതാക്കളുടെ വീടുകളിലാണ് ജനറൽ സെക്രട്ടറി നമ്മുടെ ജില്ലയിൽ ആദ്യമായി പോയത്. 1964 പാർട്ടി ഭിന്നിച്ചതിന് ശേഷം പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായി പ്രവർത്തിച്ച സഖാവ് CN മൈദീൻ കുഞ്ഞ് കിളികൊല്ലൂർ, സഖാവ് CP കരുണാകരൻ പിള്ള, സഖാവ് N ശ്രീധരൻ, സഖാവ് MK ഭാസ്കരൻ എന്നീ 4 മുൻ ജില്ലാ സെക്രട്ടറിമാർ നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. സഖാവ് NSൻ്റെ കുലശേഖരപുരത്തുള്ള വീട്ടിലാണ് രാവിലെ എത്തിയത്. സഖാവ് CP കരുണാകരൻ പിള്ളയുടെ തേവരക്കരയിലെ ആ വീടും ബന്ധുക്കളെയും സന്ദർശിച്ചു. സഖാവ് MK ഭാസ്കരൻ്റെ വീട്ടിൽ പൽമനയിൽ എത്തിച്ചേർന്നിരുന്നു. ആദ്യത്തെ ജില്ലാ സെക്രട്ടറി കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിച്ച കിളികൊല്ലൂരിലുള്ള CN മൈദീൻ കുഞ്ഞിൻ്റെ വീട്ടിൽ എത്തിയിരുന്നു. ആ കുടുംബാംഗങ്ങളും ആ പ്രദേശത്തുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഉയർത്തിപ്പിടിച്ച ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന ആത്മവിശ്വാസത്തോടെ നൂറുകണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രങ്ങളിലും എത്തപ്പെട്ടത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സഖാവ് KN ബാലഗോപാലിന് ഹൃദയംഗമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ദീർഘകാലം പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച് ഏറ്റവും തലമുതിർന്ന നേതാവായി ഇപ്പോഴും നമുക്ക് മാർഗദർശിയായി നിൽക്കുന്ന ദീർഘകാലം ജില്ലാ സെക്രട്ടറിയായിരുന്ന സഖാവ് PK ഗുരുദാസന് ഞാൻ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. 17 വർഷക്കാലം തുടർച്ചയായി പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് K രാജഗോപാൽ ഈ വേദിയിലുണ്ട്. സഖാവിന് സ്വാഗതം ആശംസിക്കുന്നു. ജില്ലയിലെ പാർട്ടിയുടെ മുൻകാല നേതാക്കളുണ്ട്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി, കർഷക തൊഴിലാളി രംഗത്തുള്ളവർ, മഹിളാ യുവജന വിദ്യാർത്ഥി മേഖലയിലുള്ളവർ, സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. CPIM ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുള്ള കരുത്തും ഓജസ്സോടും കൂടി CPIMൻ്റെ കേരള സംസ്ഥാന സമ്മേളനം വിജയകരമായി കൊല്ലത്ത് ഏറ്റെടുത്ത് വിജയിപ്പിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകർ നമ്മിൽ അർപ്പിച്ച ഉത്തരവാദിത്വം, വിശിഷ്യ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ജില്ല എന്ന നിലയ്ക്ക് പാർട്ടിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാക്കളിൽ ഉണ്ട് എന്ന കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കൊല്ലം ജില്ലയിലെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കൃത്യമായി എത്തിച്ചേർന്ന ജനറൽ സെക്രട്ടറിക്ക് എല്ലാവരുടെ പേരിലും ഹൃദയംഗമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഈ വേദിയിലുള്ള വളരെ ബഹുമാനായ CPIMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി, ഈ വേദിയിലെ മറ്റ് വളരെ ബഹുമാനായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഹാക്കളെ, സുഹൃത്തുക്കളെ, കൊല്ലത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. CPIMനെ സംബന്ധിച്ച് മാത്രമല്ല, കൊല്ലം ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കൊല്ലം ജില്ലയിലെ പൊതുരാഷ്ട്രീയത്തിനും ലോകത്തിനു മുമ്പിൽ നമ്മുടെ രാജ്യത്തിന് ആകെ അഭിമാനകരമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ദേശീയ നേതാവിനെ സൃഷ്ടിച്ച ജില്ല എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇവിടെ സ്വീകരണം നൽകുന്ന ഈ ഘട്ടം നമ്മുടെ ജില്ലയ്ക്കാകെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. CPIMൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഇതേ ഹാളിൽ വളരെ ആവേശകരമായി സംഘടിപ്പിച്ച് മുഴുവൻ ആളുകളും വളരെ നല്ല അഭിപ്രായം, ഇടതുപക്ഷത്തിൻ്റെ ശക്തിയും പ്രസക്തിയും കൂടുതൽ മുന്നോട്ട് വരുന്നു, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും CPIMും ഇടതുപക്ഷ രാഷ്ട്രീയവും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന അംഗീകാരത്തോടു കൂടിയാണ്
നമ്മുടെ സമ്മേളനം ഇവിടെ പൂർത്തീകരിച്ചത്. അതിനുശേഷമാണ് നമ്മൾ മധുരയിലേക്ക് പോയത്. മധുര ആ സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 1971 നടന്ന സമ്മേളനത്തിൻ്റെ, മധുരയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിന് തൊട്ടു മുമ്പ്, അന്ന് നടന്ന സമ്മേളനത്തിന് തൊട്ടു മുമ്പ്, പാർട്ടി കോൺഗ്രസിന് മുമ്പും കൊല്ലത്തായിരുന്നു സമ്മേളനം. കൊല്ലത്ത് നിന്ന് അവിടേക്ക് എത്തി. ആ സമ്മേളനം വലിയ ഒരു മഹാസമ്മേളനമായിരുന്നു എന്നുള്ളത് നേരിട്ട് കണ്ടവരും വാർത്തകൾ വായിച്ചവരുമാണ് നിങ്ങൾ. ആ സമ്മേളനം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര കമ്മിറ്റിയെയും പൊളിറ്റ് ബ്യൂറോയെയും തിരഞ്ഞെടുത്തു. ആ സമ്മേളനം തിരഞ്ഞെടുത്ത ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ട സഖാവാണ് നമ്മളിന്ന് സ്വീകരണം കൊടുക്കുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി. രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ കൂടിയാണ് രാജ്യം കടന്നു പോകുന്നത് നമുക്കറിയാം. ലോകത്ത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും താരിഫ് തർക്കങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് സ്വയം അറിയാത്ത അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇന്ന് എല്ലാ ദിവസവും വാർത്തകളാണ്. കേവലം ഒരു സ്ഥലത്തായി ഒതുങ്ങി നിൽക്കുന്നതല്ല. അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അതേപോലെ പിന്തുണയ്ക്കുന്ന, രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന തീരുമാനമെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും ഉണ്ട്. താരിഫ് തർക്കങ്ങൾ മൂർച്ഛിച്ചാൽ കൊല്ലം ജില്ലയിലെ മത്സ്യമേഖലയിൽ ഉൾപ്പെടെ, കശുവണ്ടി മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലാവും എന്ന് നമുക്കറിയാം. കാരണം കേരളത്തിലെ മത്സ്യമാകെ ശേഖരിക്കുന്നതിൻ്റെ, മത്സ്യം പിടിക്കുന്നതിൻ്റെ, മത്സ്യ വ്യവസായത്തിൻ്റെ നല്ലൊരു ഭാഗമുള്ളത് കൊല്ലം ജില്ലയിലാണ്. അത് കയറ്റി അയക്കുന്നത് അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക് വളരെ പ്രധാനമായും. അതുൾപ്പെടെ താരിഫിൻ്റെ തർക്കത്തിൽ എങ്ങനെ ബാധിക്കും എന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊരു വശത്ത്, മറുവശത്ത് അമേരിക്കൻ നയങ്ങൾ അതേപോലെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയും ജനവിരുദ്ധതയും, മറുവശത്ത് സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളെ പോലും കൂച്ചുവിലം കിടന്നു. അങ്ങനെയൊരു ഘട്ടത്തിലാണ് CPM-ൻ്റെ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം, നാട്ടിലെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും താല്പര്യം രാജ്യത്താകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങളെ ആകെ നയിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട CPM-ൻ്റെ ഏറ്റവും വലിയ നേതൃത്വത്തിലേക്ക് MA ബേബി വന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് സ്തുത്യർഹമായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചരിത്രം അതാണ്. നിങ്ങൾക്കറിയാം, ആദ്യം ഈ സംഘടനയിലേക്ക് സജീവമായി കൊണ്ടുവന്ന ബ്രാഞ്ച് സെക്രട്ടറിയായ വിക്രമൻ, അദ്ദേഹത്തിൻ്റെ വാർത്തകൾ, അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകൾ വരികയാണ്. അദ്ദേഹത്തെയും ഈ ദിവസങ്ങളിൽ കാണുന്നതും അതും അന്നത്തെ പ്രവർത്തനവും മറക്കുന്ന ഒരാളല്ല MA ബേബി. ജനറൽ സെക്രട്ടറി ആകുമ്പോഴും അന്ന് പ്രവർത്തിച്ച കാലം മുതലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് ആ സഹാവിൻ്റെ പ്രത്യേകത. ഈ ജില്ലയിൽ തൊട്ടപ്പുറത്തുള്ള ശ്രീനാരായണ കോളേജിൽ വിദ്യാർത്ഥിയായി വരുമ്പോഴാണ് വലിയ പ്രതിസന്ധികളും അക്രമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ആ കാലത്ത് SFIയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുരാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വന്നത്. അവിടെ നിന്ന് NS-നെ പോലെയുള്ള നമ്മുടെ ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും രാജ്യത്തെ രാഷ്ട്രീയത്തിനും വലിയ പങ്ക് വഹിച്ച NS-നെ പോലെയുള്ള സഖാക്കളുടെ പ്രത്യേക ശിക്ഷണവും ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടി പൊതുരാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹം. അതിനുശേഷം അടിയന്തരാവസ്ഥയെ നേരിട്ട അനുഭവം നിങ്ങൾക്കറിയാം. അടിയന്തരാവസ്ഥ അറബിക്കടലിലെന്ന മുദ്രാവാക്യം വിളിക്കാൻ, ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്ന മുദ്രാവാക്യം വിളിക്കുവാൻ തിരുവനന്തപുരത്ത് ചേർന്ന ഏതാനും വിദ്യാർത്ഥികളിൽ അതിന് നേതൃത്വം വഹിക്കുന്നതിന് അന്നത്തെ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായ MA ബേബിയും സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ നേതൃത്വം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പിന്നീട് വന്ന കാലത്ത് എത്രത്തോളം ഊർജ്ജമായി എന്ന് നമുക്കറിയാം. അന്ന് ആ മുദ്രാവാക്യം വിളിക്കുന്നിടത്തുനിന്ന് അറസ്റ്റ് ചെയ്ത് അവിടുന്ന് വാഹനത്തിൽ കൊണ്ടുപോയി വഴിനീളം മർദ്ദിച്ച് അവശരാക്കിയിട്ടാണ് ഈ നേതാക്കന്മാരെ അന്ന് ജയിലിലടച്ചത്. എത്രയോ നാളുകൾ അവർ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ അതിൻ്റെ പേരിൽ പോലും ആളുകളെ പിടിച്ച് ജയിലിലിടുന്ന കാലത്താണ് അന്നത്തെ വിദ്യാർത്ഥി നേതാക്കന്മാർ. അന്ന് SN കോളേജിലോ മറ്റു കോളേജിലോ ഒന്നും SFI ജയിക്കുന്നൊരു സംഘടനയൊന്നുമല്ല, ഇന്നത്തെ ഒരു അവസ്ഥയല്ല. അന്ന് ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുവാൻ നിന്ന ആ പ്രവർത്തനം അതിനുശേഷം അടിയന്തരാവസ്ഥ കഴിഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്ത് നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അതിനുശേഷം അദ്ദേഹം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. അഖിലേന്ത്യാ തലത്തിൽ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായും കേന്ദ്ര കമ്മിറ്റി അംഗമായുമുള്ള ചുമതലകൾ അദ്ദേഹത്തിന് സംഘടനാ രംഗത്ത്, പാർട്ടി രംഗത്തേക്ക് വന്നു.
അവിടെ നിന്ന് ആ സമയത്ത് തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗമായി, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. വളരെ ചെറുപ്പത്തിൽ രാജ്യസഭാ അംഗമായി അവിടേക്ക് പോകുമ്പോൾ ബേബി സഖാവിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈവൻ ദോ മൈ നെയിം ഈസ് എ ബേബി, ഐ എം നോട്ട് എ ബേബി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ അധ്യക്ഷവേദിയിൽ പറയുന്നത്. ബേബി ആയിട്ട് തന്നെയാണ് രാജ്യസഭയിൽ എത്താൻ പറ്റുന്ന ഏറ്റവും മിനിമം പ്രായത്തിൻ്റെ തൊട്ടടുത്ത പ്രായത്തിൽ രാജ്യസഭയിലേക്ക് പോയി. പക്ഷേ ആ രാജ്യസഭയിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച അവിടെ ആ 12 വർഷക്കാലം പ്രവർത്തിക്കുന്നതിനിടയിൽ അവിടുത്തെ പാനൽ ഓഫ് ചെയർമാനും കമ്മിറ്റികളുടെ ചെയർമാനുമായിട്ടൊക്കെ പ്രവർത്തിച്ച വളരെ അഭിമാനകരമായ, മറ്റുള്ളവർ അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ഇടക്കാലത്ത് ഇവിടുത്തെ ചുമതലകളിൽ വന്നു. കുണ്ട്രയിൽ MLA ആയി, 2 ടൈം MLA ആയി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ സുധാകരൻ സാർ പറയുകയുണ്ടായി. അദ്ദേഹം ആ ഉത്തരവാദിത്വത്തിന് ശേഷം വീണ്ടും പൊളിറ്റ് ബ്യൂറോ അംഗമായി ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. ഡൽഹിയിൽ പോയി കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ യാന്ത്രികമായ പ്രവർത്തനം മാത്രം നടത്തുന്ന ആളല്ല. എല്ലാ മേഖലയിലും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സാംസ്കാരിക നായകന്മാർക്കും തങ്ങളുടെ ഒരു കൂടെയുള്ള പ്രവർത്തകനാണ് സഖാവ് ബേബി എന്ന് പറയുന്നത്. അവർക്കും അവരുടെ കൂട്ടത്തിലൊരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. രാത്രി വൈകുവോളം ഇരുന്ന് ടെന്നീസ് കളിയും മറ്റ് പരിപാടികളും മത്സരങ്ങളും കാണുകയും സ്പോർട്സിനെ പറ്റി സജീവമായി പറയുകയും ചെയ്യുന്ന, ഇഷ്ടപ്പെട്ട ടെന്നീസ് താരങ്ങളെപ്പറ്റിയും മറ്റ് കളിക്കാരെ പറ്റിയും മറ്റ് താരങ്ങളെപ്പറ്റിയും പറയുന്ന MA ബേബി ആ മേഖലയിലും സാംസ്കാരിക മേഖലയിലുമൊക്കെ എത്രത്തോളം സജീവമായി നിൽക്കുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ല. നമുക്ക് അറിയാത്ത ലോകത്തെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ഈ മേഖലയിലുള്ള ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുവാനും നമുക്കൊപ്പം കൊണ്ടുവരാനും അദ്ദേഹം കഴിഞ്ഞിട്ടുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലുന്ന, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലുന്നതാണ് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അതിനൊപ്പം തന്നെ സർവ്വദേശീയ രംഗത്ത് ഫിഡൽ കാസ്ട്രോയുമായി അടുത്ത് സംസാരിക്കാനും പരിചയപ്പെടാനും ഇടപെടാൻ കഴിഞ്ഞ, അതുപോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമായി രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഇടപെടാൻ കഴിഞ്ഞ അപൂർവം നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരിൽ പെട്ടതാണ്. ഇപ്പോൾ വെനിസ്വേലയിലെ ഹ്യൂഗോ ഷാവേസുമായി അദ്ദേഹത്തിൻ്റെ പരിചയം, ക്യൂബൻ സോളിഡാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ, നോം ചോസ്കിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ഞാൻ പറഞ്ഞത് വളരെ വലിയൊരു അനുഭവ സമ്പത്തിൻ്റെ ഉടമയാണ്. വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ CPMൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്നത്. ചരിത്രം ഈ കാലം നമ്മൾ കടന്നു പോകുന്നതിനെയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ജനവിരുദ്ധമായ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളും BJPയുടെ വർഗീയതയും തകർക്കുന്നതും ചരിത്രം കാണാൻ പോകുന്നത് അതിന് നേതൃത്വം വഹിച്ച ഈ നേതൃത്വത്തിൽ കൂടിയെല്ലാമാണ് എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷാപൂർവ്വം കാണാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ അതിശക്തമായ കടന്നാക്രമണങ്ങളുടെ ഈ BJP രാഷ്ട്രീയത്തിൻ്റെയും ട്രംപിസത്തിൻ്റെയും കാലം കടന്നുപോകും. ആ കാലവും കടന്നുപോകും. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കുന്ന ചുമന്ന കൊടി കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയും, പാർട്ടിക്ക് കഴിയും, അതിന് നേതൃത്വം കൊടുക്കുവാൻ MA ബേബിക്ക് കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി നടക്കുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താളുകളടങ്ങിയ ഈ നാട്ടിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു സ്വീകരണം കൊടുക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷകരമായ ഈ ഘട്ടത്തിൽ വളരെ ദീർഘമായ പ്രസംഗങ്ങളൊന്നും ഞങ്ങൾ പൊതുവിൽ സംഘാടകരായിട്ടുള്ളവർ ഞങ്ങളാരും ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. ഇവിടെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാർ മുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരും പ്രവർത്തകരും വരെയുണ്ട്. ഇവിടെ സംസാരിക്കുന്നതിന് നമ്മളോട് 2 വാക്ക് പറയുന്നതിന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യമന്ത്രിയുമായ സഖാവ് KN ബാലഗോപാൽ, സദസ്സിലിരിക്കുന്ന ഇവിടുത്തെ പാർട്ടിയുടെ കാരണസ്ഥാനത്തുള്ള സഖാവ് PK ഗുരുദാസൻ, വേദിയിലുള്ള നേതാക്കന്മാരെയൊക്കെ നിങ്ങൾക്ക് സുപരിചിതരാണ്. CITUവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് കൂടിയായ മുൻ മന്ത്രി സഖാവ് മേഴ്സിക്കുട്ടിയമ്മ, ഇവിടെ പരിചയപ്പെടുത്തിയ സ്വാഗതം പറഞ്ഞ ജില്ലാ സെക്രട്ടറി സഖാവ് സുദേവൻ മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും മറ്റു നേതാക്കന്മാരും
സഖാവ് ഗംഗാധരക്കുറുപ്പിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്നിട്ടുള്ള വ്യക്തികൾ. അങ്ങനെ ഓരോ പേരുകളും ഞാൻ പറയാൻ പോകുന്നില്ല. MLA ഉണ്ട്, ഇരയൂരത്തിൻ്റെ പ്രിയപ്പെട്ട MLA. അത് ഇരയൂരം മണ്ഡലമാണ് അല്ലേ. കൊല്ലം ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇരയൂരം മണ്ഡലമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ കൊല്ലം SM കോളേജിൻ്റെ പേര് ഇരയൂരം SM കോളേജ് എന്ന് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടായ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മേയർ, മുൻ മേയർ, കൊല്ലൂർ മുനിസിപ്പൽ ചെയർമാനും എൻ്റെ കാലത്തിൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന സെബാഷിനെ പോലുള്ളവർ, ഓരോരുത്തരുടെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. എൻ്റെ കൂട്ടുകാർ, കോളേജ് ജീവിതകാലം മുതൽ ഉള്ളവർ, കോളേജ് യൂണിറ്റ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ പ്രസിഡൻ്റായിരുന്ന ഗോകുലേന്ദ്രൻ ഇവിടെയുണ്ട്. പിന്നെ RS ബാബുവുണ്ട്, സുന്ദരേശനുണ്ട്, സുകുമാരനുണ്ട്. അപ്പം എന്തുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞില്ല എന്ന് ആലോചിക്കുന്ന പലരെയും എനിക്കറിയാം. സുരേഷ് കുമാറാണോ അവിടെ ഇരിക്കുന്നത്, അഡ്വക്കേറ്റ്? അടിയന്തരാവസ്ഥക്കാലത്ത് ഞങ്ങളുടെ കൂടെ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി ജയിലിൽ ആവശ്യം പോലെ അന്ന് നൽകിയിരുന്നത് അടിയന്തരാവസ്ഥയുടെ ആദ്യത്തെ 2 അക്ഷരങ്ങളാണ്. അതൊക്കെ ആവശ്യം പോലെ കിട്ടിയ ആളുകൾ ഇവിടെ ധാരാളം ഇരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ അധ്യക്ഷൻ സഖാവ് ബാലഗോപാൽ പറഞ്ഞത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കാൻ പറ്റുന്നയാൾ ഞാനാണ്, ദീർഘമായി സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. ആദ്യം തുറന്ന് പറയട്ടെ, ഇവിടെ കൊല്ലം ജില്ലയിൽ ഇന്ന് പോകണ്ടേ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹസികമായ തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും അത് അംഗീകരിക്കാനുള്ള സന്നദ്ധത പാർട്ടി കോൺഗ്രസും കാണിച്ച സാഹചര്യത്തിൽ ഒരു പദവിയല്ല പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന ചുമതല, അതൊരു ഉത്തരവാദിത്വമാണ്. എന്നാലും അതിന് കാരണമായ ആദ്യകാല പ്രവർത്തനങ്ങൾ, സ്കൂളിലെ SFI അല്ല, അന്ന് KSF ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്, കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ്. 68, 69, 70 കാലത്ത്, 70 ഡിസംബറിലാണ് അത് SFI ആയി മാറുന്നത്. അത്തരം പരിണാമ ദശകളിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ ബന്ധപ്പെട്ട് ഒരുപാട് സഖാക്കളുണ്ട് ഇവിടെ, പാർട്ടിയുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊന്ന് പോകണം. അല്ലെങ്കിൽ ഇയാൾ ജനറൽ സെക്രട്ടറിയൊക്കെ ആയപ്പോൾ നമ്മളെല്ലാം മറന്ന് നേരെ ഡൽഹിക്ക് വിട്ടു എന്ന് ചില സഖാക്കൾ ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറഞ്ഞുകൂടാ. വളരെ സ്വാഭാവികമായൊരു ചിന്തയാണത്. അതുകൊണ്ടാണ് അപ്പം സഖാവ് സുദേവനും സഖാവ് ബാലഗോപാലും മറ്റ് സഖാക്കളുമൊക്കെ പറഞ്ഞു കൊല്ലത്തെപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയാണ് തീരുമാനമെടുത്തത്. അപ്പോഴാണെങ്കിൽ ആലപ്പുഴ ഇതറിഞ്ഞ ആലപ്പുഴയിലെ സഖാക്കൾ വിളിച്ചു. അത് നല്ല കാര്യമായി. നിങ്ങൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ലേ ഇവിടെ ആലപ്പുഴയിൽ? അത് ശരിയാണ്, സംഘടനാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് അവിടെ പ്രവർത്തിക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഡൽഹിക്ക് പോകണം, ഇന്നിവിടെ വരാമെന്ന് സംബന്ധിച്ചു. പിന്നെ ഇന്നലെ വൈകുന്നേരം പോവുകയാണ് മാർഗം. അങ്ങനെ ആലപ്പുഴ പോകുമ്പോൾ നിശ്ചയമായും മുമ്പ് ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചൊരു സ്ഥലത്ത് പോകുന്നു എന്നുള്ള ചിന്തയല്ല അവിടെ പോകാൻ തീരുമാനിച്ചപ്പോൾ എനിക്കുണ്ടായത്. നമ്മുടെ നാടിനെ ത്രസിപ്പിച്ച പുന്നപ്ര വയലാർ സമരം, ആ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രണഭൂമികൾ ഇപ്പോഴും ഉണങ്ങാത്ത, ആ ഭൂമിയുടെ മനസ്സിൽ ഇപ്പോഴും ചോര ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോവുക തന്നെ വേണം. അങ്ങനെയാണ് വലിയ ചുടുകാട്ടിലും വയലാറിലും ഇന്നലെ പോയത്. അവിടെയുള്ള സഖാക്കളെയെല്ലാം കണ്ടത്. അതോടൊപ്പം SFIയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തത് സഖാവ് G. സുധാകരനിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സഖാവിനെയും കാണാൻ വേണ്ടി പോയി. സഖാവ് G. സുധാകരൻ ഉണ്ടായത് ഇവിടെ നിന്നാണ്, കൊല്ലം SM കോളേജിൽ നിന്നാണ്. ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയാണ് സഖാവ് G. സുധാകരൻ എന്ന് പറയുന്ന ഇന്ന് പരക്കെ പ്രസിദ്ധനായിട്ടുള്ള രാഷ്ട്രീയ നേതാവും പോരാളിയും ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നും പഴയ ഒരുപാട് ഓർമ്മകൾ യഥാർത്ഥത്തിൽ അയവിറക്കി. ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷനിലൊരു ചെറിയ ഓഫീസുണ്ട്, താഴേക്ക് പോയാൽ. അവിടെ KNB കുറുപ്പ് ചേട്ടൻ, ദേശാമാനിയുടെ അന്നത്തെ കൊല്ലം ലേഖകൻ, എടത്തുവാക്കാരനാണ് ആലപ്പുഴയിൽ. അപ്പോൾ ആ വീട്ടിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണമാണ് പലപ്പോഴും ഞങ്ങൾ കഴിക്കുക. അപ്പോൾ കുറുപ്പേട്ടൻ SFIയുടെ ഭാരവാഹികളെ ഞങ്ങൾക്കും ചില ജോലി തരും. അവിടെ ഒരു യോഗം നടക്കുന്നുണ്ട്, അത് പോയി റിപ്പോർട്ട് ചെയ്യണം.
അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ്. പിന്നെ NS ആണ് പൊളയത്തോട്ടിൽ കുറച്ചും കൂടെ സൗകര്യമുള്ള ഒരു വീട് കണ്ടുപിടിച്ചത്. അവിടെ പിന്നെ പല ഘട്ടങ്ങളിലും ചില കൂട്ടിച്ചേർക്കലുകൾ, NSൻ്റെ പേരിൽ തന്നെ ഒരു ഓഡിറ്റോറിയമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഓഫീസിൽ താമസിക്കുമ്പോഴും ആ ഓഫീസിൻ്റെ അടുത്ത് ഒരു ചരിഞ്ഞ ഓലപ്പുരയുണ്ട്. അവിടുത്തെ ഗോതമ്പ് പുട്ടും മത്തിക്കറിയും കഴിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ പലരും. പയറ് കറിയുണ്ട് അവിടെ. അതൊക്കെയാണ് അന്ന് ഭക്ഷണം. അതിന് തന്നെ പലപ്പോഴും പൈസ തികയാറില്ല. പാർട്ടി ഓഫീസിൽ വരുന്ന പത്രം തൂക്കി വിറ്റ് ആ പൈസയുമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. ഒരുപാട് ഇതുപോലുള്ള ആത്മകഥകളിലേക്ക്, പഴയ ഓർമ്മകളിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കത്രിക വെച്ച് എഡിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിർത്തുകയാണ്. അപ്പം ആ ഒരു കാലമെന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പലതരത്തിലുള്ള വിഷമതകൾ സഹിക്കേണ്ടി വന്നൊരു കാലഘട്ടമാണ്. ഇപ്പം മോഹൻകുമാറിനെ പോലെയുള്ള വിദ്യാർത്ഥി നേതാക്കന്മാർ കൊല്ലം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ, കേരളത്തിലെ ഏറ്റവും സുശക്തമായ SFI യൂണിറ്റ് കൊല്ലം ബോയ്സ് ഹൈസ്കൂളായിരുന്നു. അതിന് കാരണക്കാരൻ ഈ മോഹൻകുമാറാണ്. അടുത്ത കാലത്ത് മരിച്ചുപോയി. അപ്പം സുധീർ ചന്ദ്രബാബു ഒക്കെയാണ് അന്ന് SFIയുടെ നേതാക്കന്മാരായുള്ളത്. പിന്നെ രാജഗോപാലിനും ഞാനുമൊക്കെയായി ഭാരവാഹികൾ. അപ്പോൾ SFI പ്രവർത്തനവും പാർട്ടി പ്രവർത്തനവും അതിനിടയ്ക്ക് യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തനവും ഉണ്ട്. അത് DYFI അല്ലെന്ന് കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷനാണ്. അപ്പോൾ SFIയുടെ താലൂക്ക് പ്രസിഡൻ്റായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ, താലൂക്ക് സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ താലൂക്ക് പ്രസിഡൻ്റായിരുന്നത് CK ഗോപി എന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി, അകാലത്തിൽ മരിച്ചുപോയി. ഈ CK ഗോപിയുടെ ഒരു ബന്ധുത്വം പറഞ്ഞു വന്നാൽ എവിടെത്തും? CK ഗോപിയുടെ ജ്യേഷ്ഠൻ CK ഗുപ്തനാണ് EMSൻ്റെ മകൾ രാധേട്ടത്തിയെ വിവാഹം കഴിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആണ് EMSൻ്റെ മരുമകനായ ഗുപ്തൻ്റെ അനുജൻ ഗോപി, CK ഗോപി, അവർ തൃപ്പൂണിത്തുറക്കാരാണ്. ആ വീട്ടിൽ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ EMSൻ്റെ അറിവിൽ വന്നു. ഇയാളൊരു കുറച്ച് എന്താ പറയേണ്ടത്, ഒന്ന് മെരുക്കിയെടുക്കേണ്ട ചില സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ NSനോട് പറഞ്ഞു, ഇയാളെ കൊല്ലത്തേക്ക് കൊണ്ടുപോവുക, ഇവിടെ പഠിപ്പിക്കുക. അപ്പോഴാണ് ഞങ്ങൾക്ക് താലൂക്ക് പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഓർമ്മകളുടെ ഒരു പെരുവെള്ളപ്പാച്ചിൽ മനസ്സിലേക്ക് കടന്നു വരും. ആ കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, പലതരത്തിലുള്ള അനുഭവങ്ങൾ. അതിൽ ചിലത് ഇതുപോലൊരു സന്ദർഭത്തിൽ പങ്കുവെക്കുന്നത് പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളുമുണ്ട്. സുന്ദരേശ്വരിൽ ആലോചിക്കുന്നത് കൊട്ടറയിൽ SFI യൂണിറ്റ് ഉണ്ടാക്കാൻ ഒരുമിച്ച് പോയ കാര്യം പോലും ഞാൻ പറയുമെന്നായിരിക്കും ആലോചിക്കുന്നത്. അങ്ങനെ പറയാനുള്ള പലതുമുണ്ട്. ഒരു സ്കൂളിൽ SFI യൂണിറ്റ് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ സമാധാനത്തിൻ്റെ അപ്പോസ്തലനായ ഒരു മഹാമനുഷ്യൻ്റെ പിന്മുറക്കാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഉരുളൻ കല്ലുകൾ കൊണ്ടുള്ള, അത് ബുള്ളറ്റുകൾ പോലെയാണ് വരുന്നത്. ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള കസേര ഇരുമ്പ് കസേരയായിരുന്നതുകൊണ്ട് അത് പരിചയമായി പിടിച്ചിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. യോഗ നടത്താൻ കഴിഞ്ഞില്ല. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങളുടെ കനൽ വഴികളിലൂടെയാണ് ഇന്ന് അത്തരം വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ടതില്ലാത്തൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടത്. ഇന്നും ഒരുപാട് പ്രയാസങ്ങൾ പതുങ്ങിയിരിക്കുന്നുണ്ട്. RSSൻ്റെ ആക്രമണങ്ങൾ, മറ്റു തരത്തിലുള്ള നമ്മുടെ ധീരജനെ കൊലപ്പെടുത്തിയില്ലേ? ധീരജനെ കൊലപ്പെടുത്തിയപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ, എരന്ന് വാങ്ങിയ മരണമാണെന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാലം, ഇതും വളരെ മോശമായ കാലം തന്നെയാണ്. പഴയ കാലത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വളരെ കൂടുതലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം NSനെ പോലെ ഒരു രക്ഷകർത്താവിനെ പോലെയുള്ള ഒരു പാർട്ടി നേതാവാണ്. ഓരോ കാര്യത്തിൽ നിങ്ങളെ ഉപദേശിക്കാൻ, നിങ്ങളെ ഗുണദോഷിക്കാൻ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പെശക് വന്നാൽ ഉടനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കഠിനമായിട്ട് വഴക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്തി പുതിയ തലമുറയിലെ പ്രവർത്തകരെ, ചെറുപ്പക്കാരെ ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നതല്ല സമീപനം. കാര്യം ചിലപ്പോൾ എന്നെപ്പോലെയൊക്കെയുള്ളവർ അങ്ങനെ ചിലരെ കുറ്റപ്പെടുത്താൻ ഉരുമ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഞാൻ ആലോചിക്കൂ, NS ഇങ്ങനെ അല്ലായിരുന്നല്ലോ പെരുമാറിയത്, അതുകൊണ്ട് നമ്മളിങ്ങനെ ഒച്ചയെടുത്ത് ദേഷ്യപ്പെട്ടവരോട് ചുണ്ടിയെടുത്ത് പെരുമാറിക്കൂടാ SFIയുടെയോ DYFIയുടെയോ പ്രവർത്തകരോട്. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ്.
ആ കുടുംബമാവുമ്പോൾ അതിൻ്റെ സ്നേഹമുണ്ടാവും, വാത്സല്യം ഉണ്ടാവും, ചിലപ്പോൾ സ്നേഹപൂർവ്വമുള്ള വഴക്കുറച്ചിലുകളും ഉണ്ടാവും. ഇതെല്ലാം ചേർന്ന ഒരു കുടുംബമാണ്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രവർത്തിക്കേണ്ടത്, ജീവിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്നതിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു NS-നെ പോലുള്ള നേതാക്കന്മാർ. NS-നെ പോലൊരു നേതാവിൻ്റെ പരിചരണം ലഭിച്ചതാണ് കൊല്ലം ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേട്ടം എന്നീ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആ പാരമ്പര്യം പിന്തുടരാൻ പിന്നീട് വന്ന സഹാക്കൾക്കും കഴിഞ്ഞു. അപ്പം ഇന്ന് സുശക്തമായൊരു പാർട്ടി കൊല്ലം ജില്ലയിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്, ലോകം പോകുന്ന പോക്കാണ്. അത് രണ്ടും സംക്ഷിപ്തമായി സഖാവ് ബാലഗോപാലിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാണ് സാങ്കേതികമായി. പക്ഷെ ട്രംപ് പെരുമാറുന്നത് താൻ ലോക ഭരണാധികാരിയാണെന്നുള്ള മട്ടിലാണ്. ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം ബാധകമായ കാര്യങ്ങൾ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുമാറുന്നത് ഞാൻ ഇന്ത്യയിലെ ട്രംപാണ് എന്ന മട്ടിലാണ്. ഇവർ രണ്ടുപേരും വലിയ ചങ്ങാതിമാരുമാണ്. ഇവർ രണ്ടും ചേർന്ന് ലോകത്തിനുണ്ടാക്കുന്ന നഷ്ടങ്ങൾ, ട്രംപ് ലോകത്തിനാണ് നഷ്ടമുണ്ടാക്കുന്നതെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യക്കാണ്. ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ പാരമ്പര്യത്തിനാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം, അത് ഫെഡറൽ ധനകാര്യ സമീപനത്തിൻ്റെ നഗ്നമായ ലംഘനം, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കടമകൾ വളരെ വലുതാണ്. ഇവയ്ക്കെല്ലാം എതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പാർട്ടി എങ്ങനെ ലോകത്തെ സ്വന്തം ചൊൽപ്പടിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ട്രംപിൻ്റെ നഗ്നമായ സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കെതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഇന്ത്യ എന്ന ആശയത്തെ തന്നെ കടന്നാക്രമിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നീക്കങ്ങൾക്കെതിരായി എങ്ങനെ പൊരുതണം. നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഇന്ത്യയുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ നാശത്തിൻ്റെ കെടുതിയുടെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് നമ്മൾ കരുതുന്നത് ഡൽഹിയിൽ നിന്നും കുറച്ച് ദൂരെ നാഗ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. RSSൻ്റെ ആസ്ഥാനം അവിടെയാണ്. RSSൻ്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ സർസംഘ് ചാലക് മോഹൻ ഭഗത്തുണ്ട്. ആ മോഹൻ ഭഗത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് കൂടിയാണ് മോഡിയും അതുപോലെ തന്നെ അമിത്ഷായും നിർമ്മല സീതാരാമനുമെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധവും സ്വേച്ഛാധിപത്യപരവുമായിട്ടുള്ള ഒരു ഭരണം മാത്രമല്ല, ജനജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണം മാത്രമല്ല, ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഇന്ത്യയിലാകെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന RSS എന്ന ഒരു അർദ്ധസൈനിക ഭരണഘടനാ ബാഹ്യ സംഘടന, അവരാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അവസാന തീരുമാനമെടുക്കുന്നത്. BJPക്കും RSSനും ഇന്ന് ഭരണകൂടാധികാരം അവരുടെ കയ്യിലുണ്ട്. സൈന്യത്തെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും കോടതിയെയും കേന്ദ്ര ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട, നിയമപരമായി പ്രവർത്തിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള അന്വേഷണ ഏജൻസികളെയും ഇലക്ഷൻ കമ്മീഷനെയും എല്ലാം ഇവർ സ്വന്തം വരുതിയിലാക്കി നവഫാസിസ്റ്റ് ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇന്ത്യയിലാകെ വിന്യസിക്കപ്പെട്ട് കിടക്കുന്ന ഒരു അർദ്ധസൈനിക സംഘടന കൂടിയുണ്ട്. അത് സംഘപരിവാർ എന്നുള്ള രൂപത്തിൽ സഹസ്രഭണങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനാധിപത്യ മതേതര സമൂഹത്തിനെതിരെ വിഷം ചീറ്റുകയാണ്. അവയിൽ പലതിനെയും തിരിച്ചറിയാൻ തന്നെ നമുക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മളിൽ നിന്ന് വളരെ സൂക്ഷ്മത ആവശ്യപ്പെടുന്നുണ്ട്, വലിയ കരുതൽ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സംഘടനാശേഷിയെ മുഴുവൻ ചടുലമാക്കേണ്ടതുണ്ട്, സജീവമാക്കേണ്ടതുണ്ട്. ചുരുക്കാം, മധുരയിൽ ചേർന്ന നമ്മുടെ പാർട്ടിയുടെ 24-ാം പാർട്ടി കോൺഗ്രസ് ഈ നവഫാസിസ്റ്റ് കടന്നാക്രമണങ്ങൾക്കെതിരായ
അതിവിസ്തൃതമായ പോരാട്ട നിര പാർട്ടികളുടെ, ഗ്രൂപ്പുകളുടെ, വ്യക്തികളുടെ, സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ സമരനിര പടുത്തുയർത്തണം. അതിൽ കേരളത്തിൽ പലപ്പോഴും BJPയുടെ സ്വരത്തിൽ സംസാരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിലും RSSൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടം, ആ ഭരണകൂടത്തിനെ നിഷ്കാസനം ചെയ്യാൻ കഴിയണമെങ്കിൽ ആ പോരാട്ടത്തിൽ കോൺഗ്രസ്സിനും ഒരു പങ്ക് വഹിക്കാൻ കഴിയണം എന്നതാണ് മധുരയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരെ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവരെ എവിടെല്ലാം സഹകരിക്കും, എവിടെല്ലാം അവർ നിസ്സഹകരിക്കും, എവിടെല്ലാം അവർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കും, അതെല്ലാം ആ പാർട്ടിയുടെ വിഷയമാണ്. അവരുടെ സമ്മേളനം ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രധാനപ്പെട്ട കടമ ജനങ്ങളുടെ മുമ്പിൽ മധുര പാർട്ടി കോൺഗ്രസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം വെച്ചിട്ടുള്ള കടമ CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്വതന്ത്രമായ ശക്തിയും സ്വാധീനവും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കണം, പല മടങ്ങ് വർദ്ധിപ്പിക്കണം. ഇന്ത്യയിൽ ഇന്ന് നാം ഏറ്റെടുക്കേണ്ട കടമകൾ നമുക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഇന്നുള്ള ചടുലതയും പ്രഹരശേഷിയും രാഷ്ട്രീയ സ്വാധീനവും പോരാ, അത് പല മടങ്ങ് വർദ്ധിപ്പിക്കണം. അതിന് 10 ലക്ഷത്തിലധികം CPIMലെ അംഗങ്ങളുണ്ട്. അവരെല്ലാം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സഖാക്കളായിട്ട് സ്വയം പരിശീലിപ്പിച്ച് സ്വയം വളരണം, വികസിക്കണം. അതിലൊന്ന് കുറവുകളുണ്ട്. അതുപോലെ നമ്മുടെ സംഘടന പാർട്ടി ബ്രാഞ്ചുകളാണ്. മനുഷ്യ ശരീരത്തിലെ ഓരോ സെല്ലുകളും എത്രമാത്രം പ്രധാനമാണോ അതുപോലെ പാർട്ടി സംഘടനാ ശരീരത്തിൻ്റെ കോശങ്ങളാണ് പ്രാഥമിക ഘടകങ്ങൾ, ബ്രാഞ്ചുകൾ. അവയെല്ലാം സജീവമാകണം, അവയെല്ലാം ചടുലമാകണം. ഓരോ സംഘടനാ ഘടകവും സജീവമാകണം. പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന വർഗ ബഹുജന സംഘടനകൾ സജീവമാകണം. സാംസ്കാരിക മുന്നണിയിൽ ശക്തമായ പോരാട്ടം നടത്തണം. സാംസ്കാരിക രംഗത്ത് അതിവിശാലമായ സമരവേദി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം സമൂഹത്തിൽ നടക്കുന്നതോടൊപ്പം പാർട്ടിയിലും വർഗ ബഹുജന സംഘടനകളിലും സ്ത്രീകളുടെ സാന്നിധ്യവും പ്രവൃത്തിയും അവർക്ക് നൽകപ്പെടുന്ന ഉത്തരവാദിത്വവും അതിൻ്റെ തോതും പ്രാധാന്യവും പല മടങ്ങ് വർദ്ധിപ്പിക്കണം. മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പ്രധാന തീരുമാനമാണ്. നിങ്ങളതിന് അത് നടപ്പാക്കാൻ വല്ലതും ചെയ്തോ എന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലത് ചെയ്തു. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ 17% വനിതാ പ്രാതിനിധ്യം. അത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അത് സംബന്ധിച്ച് നിർദ്ദേശം തയ്യാറാക്കുന്ന പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും വിശദമായി ചർച്ച ചെയ്തു. ഒടുവിൽ 17% ഉണ്ടായിരുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യം 20% വർദ്ധിപ്പിക്കാൻ, 3% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ശരിക്കും ഇവിടെ തുറന്നു പറയുന്നതിന് ഇനിയിപ്പോൾ ഞാൻ അമാന്തിച്ചുകൂടാ. എന്താ അത്? ഈ 3% വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ വലിയ തോതിൽ ഞങ്ങളുടെ ഘടകങ്ങളിൽ ആന്തരികമായ സമരം ചെയ്തിട്ടാണ് ഇത്രയും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പം അസാധാരണമായൊരു പാർട്ടിയാണ് CPIM. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചില തുറന്ന സ്വയവിമർശനങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. നാം ജീവിക്കുന്ന സമൂഹം ഇപ്പോഴും ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. സ്ത്രീ തുല്യതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും അത് പ്രാവർത്തികമാക്കുന്നതിൽ നമുക്ക് പലപ്പോഴും വേണ്ടത്ര കരുതൽ, പ്രായോഗികമായി വേണ്ടത്ര നേട്ടം അത് കൈവരിക്കാൻ കഴിയുന്നില്ല. യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് യുവാക്കളുടെ അഭിരുചികൾ, അവരുടെ ചിന്ത, ഇതെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് പാർട്ടി തിരിച്ചറിഞ്ഞേ തീരൂ. കാരണം ആചന്ദ്രതാരെ പിന്നെ എല്ലാ കാലത്തേക്കും നമ്മളാരും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. പ്രകൃതിയുടെ വിജയം മനുഷ്യൻ്റെ മേലുണ്ടാവും. നമ്മൾ പ്രകൃതിയിലേക്ക് ലയിച്ചു ചേരേണ്ടി വരും ഒരു നിമിഷം. അപ്പോൾ പുതിയൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ടാണ് യുവാക്കളെ
കൂടുതൽ എല്ലാ തലങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരണം എന്ന കാര്യം ഈ മധുര പാർട്ടി കോൺഗ്രസും ചർച്ച ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തെടുത്ത സംഘടനാപരമായ തീരുമാനങ്ങൾ വിവിധ തലങ്ങളിൽ വിശദീകരിക്കപ്പെടും. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കാകെ താല്പര്യമുള്ള കാര്യമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ സ്വയം സജ്ജമാകുന്നു എന്നുള്ള കാര്യം. ഏറ്റവും അവസാനമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിൻ്റെ ഉത്തരവാദിത്വം, ഇന്ത്യയോടുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ്. കേരളം ഇന്ത്യക്ക് ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലൂടെ ഒരു ബദൽ അവതരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. ഒരു ഭരണ തുടർച്ച നമുക്കിവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞു. അതൊരു പുതിയ ചരിത്രമാണ്. ആ ഭരണ തുടർച്ചയ്ക്കൊരു തുടർച്ച ഉണ്ടാവണം എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിൽ ശക്തമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അനുകൂല സാഹചര്യത്തെ തുടർഭരണത്തിനൊരു തുടർഭരണം എന്ന നമ്മുടെ ആഗ്രഹം സഫലമായി തീരാൻ വേണ്ട വമ്പിച്ച ബഹുജന മുന്നേറ്റമാക്കി മാറ്റാൻ കേരളത്തിലെ എല്ലാ പാർട്ടി സഖാക്കളും അനുഭാവികളും അവർ പ്രവർത്തിക്കുന്ന ബഹുജന സംഘടനകളും അവരുടെ കഴിവും കരുത്തും മുഴുവനെടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് അസാധ്യമായ കാര്യമേ അല്ല ഇത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ കേരളത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും അത് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിയുണ്ടായ ബംഗാളിലും ത്രിപുരയിലും നമുക്ക് വലിയ സ്വാധീനം ഇപ്പോൾ ഇല്ലാത്ത മറ്റ് പ്രദേശങ്ങളിലും ഇവിടങ്ങളിലെല്ലാം ജനകീയ പ്രസ്ഥാനം, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും യുവാക്കളുടെയും മഹിളകളുടെയും അരികുവൽക്കരിക്കപ്പെടുന്നവരുടെയും പ്രസ്ഥാനം ഇതെല്ലാം വളർത്തിയെടുക്കാൻ കഴിയണം. ഇപ്പോൾ പല പരിമിതികളും ഉണ്ടെങ്കിലും ത്രിപുരയിൽ നാം പിടിച്ചു നിൽക്കുകയാണ്. ബംഗാളിൽ നാം തിരിച്ചു വരാനുള്ള പോരാട്ടത്തിൻ്റെ പാതയിലാണ്. ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിലും ആസാമിൽ ചെങ്കൊടിയുടെ ശബ്ദം കേൾപ്പിക്കാൻ അസംബ്ലിയിൽ ഒരു പ്രാതിനിധ്യമുണ്ട്. ഒഡീസയിൽ ജനകീയ ശബ്ദം നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഒരു പ്രാതിനിധ്യം നമുക്കുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്, ജമ്മു കാശ്മീരിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. മറ്റു പല പ്രദേശങ്ങളിലും ജനപ്രാതിനിധ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും യുവാക്കളുടെയും മഹിളകളുടെയും പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ സമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന സ്വാധീനം നമ്മുടെ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മുകളിൽ ഒരു ചെങ്കൊടി പോലെ ഉയർന്നു നിൽക്കുകയാണ് കേരളം എന്ന സംസ്ഥാനം. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് കേരളം നൽകേണ്ട വളരെ ശ്രദ്ധേയമായ സംഭാവന ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്ന ആളുകൾ ഏറ്റെടുക്കുന്ന പാർട്ടിയുടെ പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും ഭാഗമായി ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്യഥ പല കുറവുകളുമുണ്ടെങ്കിൽ പോലും നിങ്ങളെല്ലാം പകരുന്ന കരുത്തും ഊർജവും കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ. നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചു കഴിഞ്ഞു, സംസാരിച്ചു കഴിഞ്ഞു എന്ന് കരുതുക എന്നാണ് പറഞ്ഞത്. പ്രസംഗങ്ങൾ മറ്റില്ല. നേരെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണമാണ്. സ്വീകരണം നൽകുന്നതിനുള്ള പേരുകൾ സർ എക്സ് ഏണസ്റ്റ് വായിക്കും. സഹകളെ, ആദ്യമായി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യമന്ത്രിയുമായ സഖാവ് KN ബാലഗോപാൽ സ്വീകരിക്കും.
പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് എസ് സുദേവൻ. ഗുരുദാസ് സാഹിബിൻ്റെ സ്വീകരണം നേരത്തെ കഴിഞ്ഞു. ബേബി സാഹിബ് അവിടെ പോയി സ്വീകരിച്ചു, ഗുരുദാസ് സാഹിബും സ്വീകരിച്ചു. പി രാജേന്ദ്രൻ NS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് വേണ്ടി കെ വരദരാജൻ KSFE ചെയർമാൻ, സഖാവ് M ഗംഗാധരക്കുറുപ്പ്, സഖാവ് രാജമ്മ ഭാസ്കരൻ, രാജമ്മ സഖാവ് M നൗഷാദ് MLA, ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA. രാമസാഹിബിൻ്റെ വായിച്ചു. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് J മേഴ്സിക്കുട്ടിയമ്മ. സഖാവ് S ജയമോഹൻ CITU ജില്ലാ സെക്രട്ടറി. B തുളസീധരക്കുറുപ്പ് CITU ജില്ലാ പ്രസിഡന്റും കാഷ്യൂ വർക്കേഴ്സ് സെന്ററിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. കേരള കർഷക സംഘത്തിന് വേണ്ടി സഖാവ് ജോൺ ഫിലിപ്പ്. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് PA എബ്രഹാം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സുജാ ചന്ദ്രബാബു. DYFI ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ശ്യാം മോഹൻ. SFI ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് വിഷ്ണു. കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CPIM പാർലമെൻ്ററി പാർട്ടി ലീഡർ കൂടിയായിട്ടുള്ള സഖാവ് S ജയൻ. ഹെഡ് ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സഖാവ് AM ഇക്ബാൽ, അഡ്വക്കേറ്റ് E ഷാനവാസ് ഖാൻ എന്നിവർ സ്വീകരിക്കുന്നു. ഏരിയ സെക്രട്ടറിമാരാണ് തുടർന്ന് സ്വീകരിക്കേണ്ടത്. സഖാവ് H ഫൈസൽലാൽ കൊല്ലം, A പുഷ്പരാജൻ കൊല്ലം ഈസ്റ്റ്, സഖാവ് PV സത്യൻ ചാത്തന്നൂർ, S ഫത്തഹുദ്ദീൻ കൊട്ടിയം, KG ബിജു അഞ്ചാലുമൂട്, R സുരേഷ് ബാബു കുണ്ട്ര, R രവീന്ദ്രൻ ചവറ, T മനോഹരൻ കരുനാഗപ്പള്ളി, TR ശങ്കരപ്പിള്ള കുന്നത്തൂർ, B ശശി ശൂരനാട്, J രാമാനുജൻ നെടുവത്തൂർ, PK ജോൺസൺ കൊട്ടാരക്കര, TS പത്മകുമാർ ചടയമംഗലം, V സുബ്ബലാൽ കടയ്ക്കൽ, D വിശ്വസേനൻ അഞ്ചൽ, അഡ്വക്കേറ്റ് P സജി പുനലൂർ, S മുഹമ്മദ് അസ്ലം കുന്നിക്കോട്, H നജീബ് മുഹമ്മദ് പത്തനാപുരം. PKSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ രാജ്യസഭാ അംഗവും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സഖാവ് K സോമപ്രസാദ്. സോമനാഥൻ സാറ് ഇപ്പോൾ സ്വീകരിക്കാം. സഖാവ് P സോമനാഥൻ. PKS ജില്ലാ കമ്മിറ്റി. സ്വീകരിച്ചവരിറങ്ങ്. SFI അല്ല അവിടെ നിൽക്കുക. എന്തോത്തിൻ്റെ പിന്നെന്ത് ജയകൃഷ്ണൻ സാറ് നിൽക്കുകയല്ലേ, കൊടുത്തോ. SFI ജില്ലാ കമ്മിറ്റി പറഞ്ഞില്ലേ. PKS പുകാസ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ. ലൈബ്രറി കൗൺസിലിന് വേണ്ടി സഖാവ് മുരളി കൃഷ്ണൻ. E ബാലാനന്ദൻ ഫൗണ്ടേഷന് വേണ്ടി ഷാജി ശർമ്മയുടെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സ്വീകരിക്കുന്നു. ഏരിയ കമ്മിറ്റി വായിച്ച് മത്സ്യഫണ്ട് ചെയർമാൻ T മനോഹരൻ. ആശാ വർക്കേഴ്സ് യൂണിയന് വേണ്ടി സഖാവ് സുജാത. പറയാൻ സാറേ. ഹാർബർ വർക്കേഴ്സ് യൂണിയൻ സഖാവ് മത്യാസ് അഗസ്റ്റിൻ.
NREG വർക്കേഴ്സ് യൂണിയൻ സഖാവ് വി ജയപ്രകാശ്. പുകാസ നേരത്തെ പറഞ്ഞു ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞു. പുകാസ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ. SFI SN കോളേജ് യൂണിറ്റിന് വേണ്ടി യൂണിറ്റ് ഭാരവാഹികൾ ഇപ്പോൾ സ്വീകരിക്കുന്നു. SFIയുടെ മുൻ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള സഖാവ് MA ബേബി ഇവിടെ പരാമർശിച്ച സഖാക്കൾ സുന്ദരേശൻ, സഖാവ് K സുകുമാരൻ, K അനിൽകുമാർ എല്ലാവരും ഉണ്ട്. കയർ വർക്കേഴ്സ് യൂണിയൻ വേണ്ടി D സുരേഷ് കുമാർ, രവികുമാർ എന്നിവർ ചേർന്ന് സ്വീകരിക്കുന്നു. സാംബശിവൻ, V സാംബശിവൻ സാംസ്കാരിക സമിതിക്ക് വേണ്ടി സഖാവ് സുബ്രഹ്മണ്യൻ. വനിതാ സാഹിതി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് D വിമല. പ്രകാശ് കലാകേന്ദ്രത്തിന് വേണ്ടി സഖാവ് ജോയിയും സംഘവും സ്വീകരിക്കുന്നു. AKPCTA ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഡോക്ടർ നിത്യ. AKPCTA SN കോളേജ് യൂണിറ്റിന് വേണ്ടി ഡോക്ടർ ഷാജി N. AKPCTയുടെ മുൻ നേതാക്കന്മാരും ഉണ്ട്, ശ്രീവത്സൻ സാർ ഉൾപ്പെടെ എല്ലാവരും സ്വീകരിക്കുകയാണ്. C സുനിൽ വിട്ടുപോയതാ. സുന്ദരേശൻ, G സുന്ദരേശൻ, റൂബി രാജ്, അജിയുണ്ട്, രാമേന്ദ്രൻ സാറുണ്ട്, രാമേന്ദ്രൻ സാർ, D ജേക്കബ്. അതല്ലേ പറഞ്ഞ SN കോളേജിലെ മുൻ SFI നേതാക്കന്മാർ, ജില്ലയിലെ മുൻ SFI നേതാക്കന്മാർ. യൂണിറ്റായിട്ട് ചുരുങ്ങണ്ട. ഇട് വേഗം. യെസ്. മാധവൻപിള്ള സാറ് സ്വീകരിച്ചോ? NS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ശ്രീ ഷിബു പീർ, അവർ നേരത്തെ സ്വീകരിച്ചു. ജനറൽ വർക്കേഴ്സ് യൂണിയന് വേണ്ടി അഡ്വക്കേറ്റ് G മുരളീധരൻ. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റാണ്. പ്രിൻസൊക്കെ ഉണ്ടോ? സഖാവ് K സുകുമാരൻ, സഖാവ് വിമല എല്ലാവരും ഉണ്ട്. സഖാവ് സാംസ്കാരിക പ്രവർത്തകൻ സഖാവ് മുഖത്തല ശിവജി. കൊടുത്ത സ്വീകരിച്ച സഖാക്കള് സുന്ദരേശനൊക്കെ ഇച്ചിരി നേരം നിന്നോട്ട്, കുഴപ്പമില്ല. അതാ അനിൽ, സുന്ദരേശൻ, ജേക്കബ് ഇല്ല അല്ലേ? ഓ, പേര് സഖാവ് യശോദ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് യശോദ. ശ്രീ വസന്തകുമാർ സാംബശിവൻ. മറ്റവർ നിൽക്കുന്നതാ. K അനിൽകുമാറും സംഘവും കുറച്ച് മുന്നോട്ട് പോകണം. ഇല്ലല്ല, ആദ്യം പറഞ്ഞു. ജയകൃഷ്ണൻ സാർ കൊടുത്തില്ലേ? അവിടെ മുൻ KSTA നേതാവ് MP പ്രകാശ്. SFI മുൻ ജില്ലാ പ്രസിഡന്റ് V ഗണേഷ്. കോമ്രേഡ്സ് ഓഫ് കൊല്ലം നവമാധ്യമ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇപ്പോൾ സ്വീകരിക്കുകയാണ്. പേര് പറഞ്ഞു സാർ. സാബുവിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. ആരാ?